ഞാൻ കുറച്ച് ക്യാറ്റ് ഫിഷ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഐസ് പോകാനായിട്ട്. അപ്പോൾ ഇതിന്ന് ലഞ്ചിന് വേണ്ടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പിന്നെ മസാല ഉണ്ടാക്കാം, ആദ്യം അരപ്പുണ്ടാക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് സവോളയൊക്കെ വഴറ്റട്ടെ. അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് സവോള, കുറച്ച് കരിയാപ്പില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അടിയിലുണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചു. ഇത് നമുക്ക് എണ്ണയിലിട്ട് വഴറ്റി പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടാനിട്ടു. ചൂടായി വരുന്നുള്ളൂ. ഇന്നിപ്പം ചട്ടി ഇച്ചിരി ഇരുമ്പ് ചട്ടിയായി കാരണം ഇച്ചിരി താമസം ചൂടായി വരും. ഇപ്പോൾ സവോള, ഒരു പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റാനിട്ടു. ഇനി നമുക്കിത് വഴന്ന് വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ നമ്മുടെ സവോള അതിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഞാൻ ക്രിസ്മസിനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പോട്ടലൊക്കെ ആയിരുന്നു. അപ്പോൾ ക്യാറ്റ് ഫിഷ് കറി വെച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് കൂട്ടാൻ പറ്റില്ല. എന്നാൽ ഒന്ന് കുറച്ചുണ്ടാക്കി നോക്കി കൂട്ടിയേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ക്യാറ്റ് ഫിഷും ഒരു തോരനും കൂടെയാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പം നമുക്ക് സ്പൈസസ് എല്ലാം പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സ്പൈസ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടിയാണല്ലോ മെയിനായിട്ട് വേണ്ടത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി അധികം ഇരുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി അധികം വേണ്ട, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുന്നു. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടിയില്ല. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത്. മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. അപ്പം മുളക് മസാല ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ചുള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മൂത്തിട്ടുണ്ട്. ആഡ് ചെയ്തേക്കാം. ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ മൊഴി എന്ന് പറഞ്ഞ സാധനമില്ലേ. അപ്പോൾ ഈ ഇരുമ്പിയട്ടിക്കകത്ത് ഞാൻ കുക്ക് ചെയ്യുന്നില്ലത്. അത് പയ്യെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തോട്, കാരണം പുളിയെ പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇരുമ്പിയട്ടിയല്ലേ, അപ്പം പുളിയെ പറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയൊക്കെ അടച്ചു വെക്കാൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മീൻ നിരത്തിയിട്ട് ഈ അരപ്പ് അതിനകത്തോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മീൻ നിരത്തി മീനിൻ്റെ മുകളിലോട്ട് ഉണ്ടാക്കിയ മുളക് ചാറെല്ലാം ഒഴിച്ചു. ഇനി അതിവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് മീൻ തിളച്ച് വരുന്നുള്ളൂ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. തിളച്ച് വരുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കി മീൻകറി ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ച് വെച്ചു. അപ്പോൾ ഞാൻ ലഞ്ചിന് കഴിക്കാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് ആ മീൻ തലയും വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ തോരൻ കൂട്ടി കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വന്നപ്പം തോരൻ അങ്ങ് ഭയങ്കര ലൈറ്റായിപ്പോയി. അപ്പോൾ ഞാൻ എടുത്തൊരു സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ മൈക്രോവേവ് വെച്ച് പുഴുങ്ങിയെടുത്തു. അപ്പോൾ അത് സൈഡായിട്ട് അങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ ആകുമ്പോൾ ലോ കാർബ് ഒരുപാടില്ലല്ലോ. ലോ കാർബ് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ എന്നാൽ സ്വീറ്റ് പൊട്ടറ്റോയും മീൻ കറിയും കൂടി ആക്കാമെന്ന് വെച്ചു. കപ്പയും ചക്കയും ചോറുമൊക്കെ തിന്നുന്നതൊക്കെ ഭേദമാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ അപ്പുറത്ത് കിടക്കുന്ന ഇച്ചിരി നാരങ്ങ അച്ചാറായിട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയ നാരങ്ങ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറത്. അതിന് പിന്നെ ഇത്തിരി മധുരമുണ്ട്. എന്നാലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ മീൻകറി കൂട്ടി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു സൈഡിൽ. അപ്പോൾ മീൻകറി അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ലൈറ്റ് ലഞ്ചാണ്. ഒരു സ്വീറ്റ് പൊട്ടറ്റോയും ഒരു കഷ്ണം മീനും. ഓക്കെ, അപ്പോൾ എൻജോയ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയും.